Hi everyone. So let's see molecular orbital theory in this session. Molecular orbital theory, MOT. How molecular orbitals are formed? Molecular orbitals are formed by the combination of atomic orbitals. What is the type of combination? It is linear combination. What is the meaning of linear combination, or what are the types of linear combination? There is positive as well as negative combination. How will you represent it? Atomic orbital plus psi atomic orbital gives you psi bonding molecular orbital. Psi atomic orbital minus psi atomic orbital gives you psi anti-bonding molecular orbital. Bonding molecular orbital is having lower energy and anti-bonding molecular orbital is having high energy. Don't think that atomic orbitals in a minus ചെയ്യുമ്പോൾ ഇതിന് എനർജി കുറവാണെന്ന് വിചാരിക്കരുത്. ആന്റിബോണ്ടിങ്ങിന് എനർജി കൂടുതലാണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാളും എനർജി കുറവാണ്. സോ ദിസ് ഈസ് എ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ എന്തൊക്കെ വിളിക്കാം? സീ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് അഡീഷൻ, റൈറ്റ്? ദിസ് ഈസ് അഡീഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കൺസ്ട്രക്റ്റീവ് overlap of atomic orbital എന്ന് പറയാം, കൺസ്ട്രക്റ്റീവ്. ഇതിൻ്റെ കേസിൽ ദിസ് ഈസ് സബ്ട്രാക്ഷൻ ഓർ ദിസ് ഈസ് ഡിസ്ട്രക്റ്റീവ്. അങ്ങനെ ഒരു ടേം കൂടി ചിലപ്പോഴും യൂസ് ചെയ്യുന്നത് കാണാം. കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വിൽ ഗിവ് യു മോളിക്കുലർ ഓർബിറ്റൽസ്. ഇനി ഞാൻ ഇതിൻ്റെ എനർജി പ്രൊഫൈൽ വരക്കാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഇൻഡിക്കേറ്റ് ദിയർ എനർജി. ലെറ്റ്സ് സേ ദിസ് ഈസ് യുവർ എനർജി ആക്സിസ്. ഈ എനർജി ആക്സിസിൽ ഐ ഇൻഡിക്കേറ്റ് 2. ഞാൻ രണ്ട് എനർജി ആക്സിസ് വരക്കുന്നു. കാരണം എന്താണ്? അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് കൺസിഡർ ഫോർമേഷൻ ഓഫ് H2 മോളിക്യൂൾ. H2 മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ യു ഹാവ് ഹൈഡ്രജൻ ആറ്റംസ്. സോ ദർ ഈസ് one ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദർ ഈസ് another ഹൈഡ്രജൻ ആറ്റം. ദേ ആർ കമ്പൈനിങ്. അറ്റോമിക് ഓർബിറ്റൽ നോക്കിയാൽ നമുക്കറിയാം 1s1 ആണ് കോൺഫിഗറേഷൻ ഫോർ 1 ഹൈഡ്രജൻ. Similarly for the other hydrogen it's 1s1. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിൽ 1sൻ്റെ എനർജി എന്താണോ അത് തന്നെയാണ് ഇവിടെയും 1sൻ്റെ എനർജി. കാരണം രണ്ടും സിമിലർ അല്ലേ, രണ്ടും ഹൈഡ്രജൻ ആണ്, രണ്ടിലും 1sന് സെയിം എനർജിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ലൈനിൽ വരണം കേട്ടോ, രണ്ടും സെയിം ലൈനിൽ വരണം. ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഐ ഹാവ്, സോ ദിസ് വിൽ ബി ലൈക്ക് ദിസ്, താഴെയാണെന്ന് വിചാരിക്കരുത്. സോ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് റെഡിയായി. ഇവർ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. അതിൽ ഒരാളുടെ എനർജി കുറവല്ലേ, അറ്റോമിക് ഓർബിറ്റലിനേക്കാളും ഒരാളുടെ എനർജി കുറവാണ്, മറ്റേയാളുടെ എനർജി കൂടുതലാണ്. സോ യു ആർ ഗെറ്റിംഗ് 2. എനർജി കുറവുള്ള ആളെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് വിളിക്കും. എനർജി കൂടുതലുള്ളത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. ഓക്കെ, സോ ഇതാണ് എനർജി ഡയഗ്രാം. അപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽസിൽ സ്റ്റാർട്ട് ചെയ്തു, 2 മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടി. ഇത് മോളിക്കുലർ ഓർബിറ്റൽസ് ഇൻ H2 മോളിക്യൂൾ. H2 മോളിക്യൂളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ചിലപ്പോഴും നമുക്ക് ഇങ്ങനെ ഡോട്ടഡ് കാണിക്കാം. അപ്പോൾ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദീസ് അറ്റോമിക് ഓർബിറ്റൽസ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ്റെ കേസിൽ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ്. യു നോ ജനറലി ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ ദിസ് ഈസ് ബോണ്ടിങ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സിഗ്മ. ഓക്കെ, ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സിഗ്മ സ്റ്റാർ. അപ്പോൾ 1s അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇതിനെ സിഗ്മ 1s എന്നും സിഗ്മ സ്റ്റാർ 1s എന്നും റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ? സോ ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. So 1s and 1s atomic orbital combined and you get sigma 1s and sigma star 1s. So this is the case. Okay, അപ്പോൾ ഞാൻ ഇനി ഇതിൽ വരച്ചിരിക്കുന്നത് ഞാൻ ഇപ്പുറത്ത് മാറ്റി വരച്ചാൽ you have 1s atomic orbital and another 1s atomic orbital. ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് രണ്ട് പേര് കിട്ടി, സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. ഇത് എനർജി ആക്സിസ് ആണ്. നൗ ലെറ്റ്സ് ഫിൽ ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഫിൽ ചെയ്യണം. 1sൽ ഒരു ഇലക്ട്രോൺ ഉള്ളത് നമുക്കറിയാം, റൈറ്റ്?
സോ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ 1 ഇലക്ട്രോൺ ഈച്ച് പ്രസന്റ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് 2 ഇൻ ദ മോളിക്യൂൾ. H2 മോളിക്യൂളിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഫിൽ ദ ഇലക്ട്രോൺ. മോളിക്യൂളിൽ അറ്റോമിക് ഓർബിറ്റൽസ് വാനിഷ് ആയി. യു ഹാവ് ഓൺലി മോളിക്കുലർ ഓർബിറ്റൽസ്. സോ 2 ഇലക്ട്രോൺസ് ഷുഡ് ബി ഫിൽഡ് ലൈക്ക് ദിസ്. Why? It should follow Aufbau principle. According to Aufbau principle, lower energy should be filled first, then only go for the higher energy. അപ്പോൾ എനർജി കുറവുള്ളതിനെയാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. റൈറ്റ്? അഗെയിൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സി ഫില്ല് ചെയ്യുമ്പോൾ ദിസ് ഈസ് 1 ഇലക്ട്രോൺ ആൻഡ് ദിസ് ഈസ് അനദർ ഇലക്ട്രോൺ. ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യരുത്. ദിസ് ഈസ് റോങ്. In terms of Pauli's exclusion principle, this is wrong, because according to Pauli, whenever you have 2 electrons in the same shell, if one is having clockwise spin, other should have anti-clockwise spin. അതായത് മറ്റേതിൻ്റെ സ്പിന്ന് മാറും. പെയർ ആകുമ്പോൾ സ്പിൻ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അപ്പോൾ സ്പിന്ന് ഇൻവേർഷൻ ഒക്കെ നടക്കുന്നുണ്ട്. What will be the number of electrons present in the sigma star 1s? 0. കാരണം H2 മോളിക്യൂളിൽ ടോട്ടൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺസിനെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ 2 ഇലക്ട്രോൺസ് സിഗ്മ 1സിലേ ഉള്ളൂ, സിഗ്മ സ്റ്റാർ 1സിലില്ല. ക്ലിയർ? സോ ഹൈഡ്രജൻ്റെ കേസിൽ ദിസ് ഈസ് ഹൈഡ്രജൻ ആറ്റം, ദിസ് ഈസ് H2 മോളിക്യൂൾ. H2 മോളിക്യൂളിനെ മാത്രം അസ്യൂം ചെയ്താൽ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. സിഗ്മ 1സിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ഉണ്ട്, സിഗ്മ സ്റ്റാർ 1സിൽ ഇല്ല. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന എളുപ്പത്തിന് ഓൾവേസ് ലെറ്റ് us ഡ്രോ ദി അറ്റോമിക് ഓർബിറ്റൽസ് ടുഗദർ, നോ പ്രോബ്ലം. ക്ലിയർ ആവുന്നുണ്ടോ? സോ വാട്ട് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് H2? നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s 0 ആണ്. അപ്പോൾ 0 ഉള്ളവരെ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. This is the electronic configuration of H2 molecule. ആറ്റത്തിലുള്ള കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 എന്ന് എഴുതാൻ അറിയാം. മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ ഇതാണ്. സോ ഫില്ലിംഗ് ഇൻ ദ മോളിക്കുലർ ഓർബിറ്റൽ ഈസ് വെരി ഈസി വെൻ യു കൺസിഡർ ദി മോളിക്കുലർ ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ. എനർജി കൂടി വരുന്ന രീതിയിൽ മോളിക്കുലർ ഓർബിറ്റൽസ് തന്നാൽ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്തങ്ങ് പോവാം, അല്ലേ? സോ നൗ ലെറ്റ്സ് കൺസിഡർ ദി അതർ ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് അവൈലബിൾ. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തപ്പോഴുള്ള കേസാണ് പറഞ്ഞത്. ഇഫ് യു കൺസിഡർ ദി ഫോർമേഷൻ ഓഫ് F2 ഫോർമേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഓക്കെ, ലെറ്റ്സ് റെപ്രസെന്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് യുവർ എനർജി ഡയഗ്രാം. ഫ്ലൂറിൻ ആറ്റം കൺസിഡർ ചെയ്താൽ കോൺഫിഗറേഷൻ 1s2, 2s2, 2p5 ആണ്. ഓക്കെ, സോ യു ഹാവ് 1s. Let's say this is your 2s, and I'll erase this, and let's say this is your 2p. 2pയിൽ 3 ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ വരച്ചു. ക്ലിയർ അല്ലേ? ഇതുപോലെ യു ഹാവ് another ഫ്ലൂറിൻ ആറ്റം ഹിയർ ആസ് വെൽ. സോ അടുത്ത ഫ്ലൂറിനും യു ആർ ഹാവിങ് 1s, and similarly this is your 2s, and this is your 2p. രണ്ടെണ്ണത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ടാൾക്ക് വന്ന് കമ്പൈൻ ചെയ്യാൻ കഴിയില്ല. അറ്റോമിക് ഓർബിറ്റൽസ് ഷുഡ് ഹാവ് സിമിലർ സിമെട്രി. ഷേപ്പ് ഏകദേശം ഒരുപോലെ ആയിരിക്കണം, ഓറിയൻറ്റേഷൻ സിമിലർ ആയിരിക്കണം, ആൻഡ് ഓൾസോ ദേ ഷുഡ് ഹാവ് സെയിം എനർജി. സിമിലർ എനർജി ആണെങ്കിലേ നന്നായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഡിഫറെൻറ്റ് എനർജി ഉണ്ടെങ്കിൽ അവർക്ക് കമ്പൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഹിയർ വി അണ്ടർസ്റ്റാൻഡ് 1s സെയിം എനർജിയാണ്, സെയിം ഷേപ്പാണ്, സിമിലർ ഓറിയൻറ്റേഷൻ ആണ്, അവർക്ക് പെട്ടെന്ന് വന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? 1s കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, 1s കോമ്പിനേഷൻ ആണ് ഞാൻ പറയുന്നത്. ക്ലിയർ അല്ലേ? 1s കമ്പൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് 1s എടുത്തതെന്ന് ക്ലിയർ ആണോ? മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യണമെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസ് ഷുഡ് ഹാവ് സിമിലർ എനർജി. അത് ഹൈബ്രിഡൈസേഷനിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് സിമിലർ ആയിരിക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് മാത്രമേ ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1s ഓഫ് ദി ഫസ്റ്റ് ഫ്ലൂറിൻ ആറ്റം will interact with 1s of the second fluorine atom.
SS interaction നമുക്കറിയാലോ, ഒരാൾ. ഓക്കെ, ഇത് ഫസ്റ്റ് ഫ്ലൂറിൻ ആണ്, അതിൻ്റെ 1s ആണ്. ദിസ് ഈസ് 2s, another ഫ്ലൂറിൻ ആറ്റം. അപ്പോൾ ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ ദിസ് ഈസ് SS ഓവർലാപ്പ്. SS overlap. And that is always sigma. Head on overlap അല്ലേ? എസും എസും കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓൾവേസ് ഹെഡ് ഓൺ. ഹെഡ് ഓൺ ഓവർലാപ്പിനെ സിഗ്മ എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? സോ 1s overlap will always leads to the head on interaction which is represented as sigma. ഹെഡ് ടു ഹെഡ് ഇൻറ്ററാക്ഷനെ നമ്മൾ സിഗ്മ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 1s കമ്പൈൻ ചെയ്യുന്നു, 2 atomic orbitals കമ്പൈൻ ചെയ്യുന്നു. ഞാനത് ഇവിടെ തന്നെ കാണിക്കാം. 1s and 1s കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ 2 പേര് കമ്പൈൻ ചെയ്യുമ്പോൾ 2 ആൾക്കാർ റിസൾട്ട് ചെയ്യും. അതിലൊരാളുടെ എനർജി കുറവാണ്, അത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇതിന് എനർജി കൂടുതൽ, ആൻറ്റി ബോണ്ടിങ്. ഞാൻ ഇതിനെ സിഗ്മ 1s എന്ന് വിളിക്കും, ഇത് സിഗ്മ സ്റ്റാർ 1s. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോളിക്കുലർ ഓർബിറ്റൽസിൽ ബോണ്ടിങ് ആണോ ആൻറ്റി ബോണ്ടിങ് ആണോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ഗിവ് എ സ്റ്റാർ ടു ആൻറ്റി ബോണ്ടിങ്. എനർജി കൂടുതലുള്ളതിന് സ്റ്റാർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s എന്ന് പറയുമ്പോൾ വി റിയലൈസ് ബോത്ത് ആർ ഫോംഡ് ഫ്രം ദി 1s. രണ്ടും 1s കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. ബട്ട് 1 ഈസ് ഹാവിങ് ഹൈ എനർജി, ദാറ്റ് ഈസ് സിഗ്മ സ്റ്റാർ 1s which is called as anti-bonding molecular orbital. 1s കമ്പൈൻ ചെയ്യുന്നത് ഹെഡ് ഓൺ ഇൻറ്ററാക്ഷൻ ആയതുകൊണ്ട് സിഗ്മ ഈസ് ദി നൊട്ടേഷൻ റിക്വയർഡ്. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് സിഗ്മ എന്നാണ്. ആൻറ്റി ബോണ്ടിങ്ങിന് എനർജി കൂടുതലായതുകൊണ്ട് അവിടെ ഒരു സ്റ്റാർ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു, കാരണം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് ആൻറ്റി ബോണ്ടിങ്. ക്ലിയർ? അപ്പം ഞാനത് ഇവിടെ വരച്ചു കാണിക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് യു okay, I have to, so this gives you 2 atomic molecular orbital. F2 ആണ് നമ്മൾ വരക്കുന്നത്. ഇതിൻ്റെ പേരെന്താ? സിഗ്മ 1s and this is സിഗ്മ സ്റ്റാർ 1s. സോ 1s കോമ്പിനേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ദ നെക്സ്റ്റ് വൺ, അപ്പോൾ ഇതിൽ നമുക്ക് അടുത്തത് മനസ്സിലായി, സിമിലർ എനർജിയുള്ള 1s കമ്പൈൻ ചെയ്തു. അടുത്തയാൾ 2s and 2s ആണ്. They are having similar energy. And again 2s is also SS overlap which is head to head interaction which is designated as sigma. അപ്പോൾ നമുക്ക് ഇവർ ജോയിൻ ചെയ്യുമ്പോൾ let's use another color. നമുക്ക് കിട്ടുന്നതിനെ there are 2 molecular orbitals resulted because 2 atomic orbitals are combined. അപ്പോൾ ഞാൻ ഇതിനെ വിളിക്കുന്നത് സിഗ്മ എന്ന് തന്നെയാണ്. സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ ഹെഡ് ടു ഹെഡ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദീസ് SS ഓവർലാപ്പ്. സോ ദിസ് ഈസ് സിഗ്മ 2s എന്നാണ് ഉണ്ടായത്. ദിസ് ഈസ് ഓൾസോ സിഗ്മ 2s ബട്ട് ഗിവ് എ സ്റ്റാർ ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹയർ എനർജി മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ ഇതിൽ 2s ഇൻറ്ററാക്ഷൻ സിമിലർ വേ ദാറ്റ് വി ഹാവ് കൺസിഡർഡ് വിത്ത് ദി SS ഇൻറ്ററാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 2p ഇൻറ്ററാക്ഷൻ ആണ്. ഇപ്പോൾ 2p ഇൻറ്ററാക്ഷൻ ഈ ഒരു സ്പേസിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ അനദർ സ്ലൈഡ് ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ അതർ സ്ലൈഡ്. അപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? 2p. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം 2pയിൽ 3 atomic orbitals ഉണ്ട്. നേരത്തെ എസിൻ്റെ കേസിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ കോമ്പിനേഷൻ എളുപ്പമായിരുന്നു. സോ ലെറ്റ്സ് കൺസിഡർ ദി 2p കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനത് എനർജി ഡയഗ്രാം ആണ്. 2pയിൽ യു ഹാവ് 2px, 2py and you have 2pz അല്ലേ? എല്ലാത്തിനും ഒരേ എനർജിയാണ്. ദേ ആർ കോൾഡ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഓഫ് ഫ്ലൂറിൻ ആറ്റം. ഇതേപോലെ ഇതേ എനർജി ലെവലിൽ വേറെ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ ഇതേപോലെ യു ഹാവ് 2px, 2py and 2pz. ഇതാണ് കേസ്. ഇനി എന്ത് ചെയ്യണം? ഇവർ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യണം. ഡിയർ ചിൽഡ്രൻ, അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് px will interact. കാരണം pxനും ഒരേ ഡയറക്ഷനാണ്. ഓക്കെ, സിമിലർ ആണ്. അപ്പോൾ സിമിലർ ആയിരിക്കുന്ന ഓറിയൻറ്റേഷൻ ഉള്ളവരാണ് ഇൻറ്ററാക്ട് ചെയ്യുക. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ px ക്യാൻ ഇൻറ്ററാക്ട് ഓൺലി വിത്ത് px. അത് py ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? px എന്ന് പറഞ്ഞാൽ എലോങ് ദി x ആക്സിസ് ആണ്. സോ ലെറ്റ്സ് സേ ഇഫ് ദിസ് ഈസ് യുവർ x ആക്സിസ്, py എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ അല്ലേ py എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും ഒരു ഓവർലാപ്പ് പോസിബിൾ അല്ല. അപ്പോൾ ഡയറക്ഷൻ പോസിബിൾ ആവണം. ഒന്നുകിൽ ഇങ്ങനെ വരണം അല്ലെങ്കിൽ ഇങ്ങനെ വരണം.
മനസ്സിലാവുന്നുണ്ടോ? പി ഓർബിറ്റൽസിന്റെ ഇന്ററാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഐദർ ഇറ്റ് ക്യാൻ ഹാവ് എ സൈഡ് വൈസ് ഇന്ററാക്ഷൻ ഓർ ഇറ്റ് ക്യാൻ ഹാവ് എ ഹെഡ് ഓൺ ഇന്ററാക്ഷൻ. ഹെഡ് ഓൺ ഇന്ററാക്ഷൻ ചെയ്യണമെങ്കിൽ ഇതാണ് അവരുടെ ഡയറക്ഷൻ ഓഫ് അപ്രോച്ച്, ഓറിയന്റേഷൻ ഓഫ് അപ്രോച്ച്. ഇതാണ് ഹെഡ് ഓൺ ഇന്ററാക്ഷൻ. സൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ററാക്ഷൻ. ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൈഡ് വൈസും അല്ല ഹെഡ് ഓണും അല്ല, ദാറ്റ് ഈസ് സീറോ ഓവർലാപ്പ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് പി എക്സ് ക്യാൻ ഓൾവേസ് ഇന്ററാക്ട് വിത്ത് പി എക്സ്, py will interact with py, pz will interact with pz. Clear? So px and py, pz of the first fluorinum other fluorinum assume chedu. Molecular orbital theory always assumed atoms are approaching along the z axis. അതായത് രണ്ട് ഫ്ലൂറിൻ ആറ്റം അപ്രോച്ച് ചെയ്യുന്നു, ഫ്ലൂറിൻ ആറ്റംസ്. അങ്ങനെ അപ്രോച്ച് ചെയ്തതിന് ശേഷമാണ് അവർ കമ്പൈൻ ചെയ്ത് F2 മോളിക്യൂൾ ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ആക്സിസ് ദർ അപ്രോച്ചിങ് ഈസ് Z ആക്സിസ്. ദാറ്റ്സ് യുവർ ചോയ്സ്. നമുക്ക് ഇഷ്ടമുള്ള ആക്സിസ് കൂടി അപ്രോച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ അക്കോർഡിംഗ് ടു NCERT ലെറ്റ്സ് സ്റ്റിക്ക് ഓൺ ദിസ് വൺ. Z ആക്സിസിൽ കൂടി ഇവർ അപ്രോച്ച് ചെയ്യുന്നു. യു ക്യാൻ അസ്യൂം ദർ അപ്രോച്ചിങ് അലോങ് X ആക്സിസ്, Y ആക്സിസ് എക്സെട്ര. അപ്പം നമുക്ക് Z ആക്സിസ് വെച്ച് പ്രൊസീഡ് ചെയ്യാം. Z ആക്സിസിൽ കൂടി രണ്ട് ഫ്ലൂറിൻ ആറ്റം അപ്രോച്ച് ചെയ്യാണ്. So let's assume this is your Z axis. Okay, ഇങ്ങനെ ഒരു ലൈൻ ആണ് നമ്മുടെ Z axis എന്ന് അസ്യൂം ചെയ്യാം. So are you able to imagine that? ഈ Z axis കൂടിയല്ലേ നമ്മുടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ ആറ്റം അപ്രോച്ച് ചെയ്യുന്നത് Z ആക്സിസിൽ കൂടിയാണ്. ഹിയർ ഫ്ലൂറിൻ ആറ്റം, ഹൈഡ്രജൻ ഓർ ഫ്ലൂറിൻ ആറ്റം അപ്രോച്ച് ചെയ്തു Z ആക്സിസ്. So now let's consider this interaction. ആദ്യം ഇന്ററാക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? പി എക്സും പി എക്സും ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ഐ എം കൺസിഡറിങ് 2px ഇന്ററാക്ഷൻ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ഈ രണ്ടു പേര് ഇന്ററാക്ട് ചെയ്യുന്നു. ഫ്ലൂറിൻ ആറ്റംസ് ആർ അപ്രോച്ചിങ് അലോങ് ദ Z ആക്സിസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ലൈനിനെ ഞാൻ Z ആക്സിസ് ആയിട്ട് അസ്യൂം ചെയ്താൽ X ആക്സിസ് ലെറ്റ്സ് സേ ലൈക്ക് ദിസ്, പെർപെൻഡിക്കുലർ. സോ ഇഫ് ദിസ് ഈസ് യുവർ Z ആക്സിസ്, ലെറ്റ്സ് സേ ദിസ് ഈസ് യുവർ X ആക്സിസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ X ആക്സിസിലല്ലേ പി എക്സ് ഓർബിറ്റൽ ഉണ്ടാവുന്നത്. യു നോ ദി അറ്റോമിക് ഓർബിറ്റൽ ഷേപ്പ്. പി എക്സ് ഇൻഡിക്കേറ്റ്, പി എക്സ് എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് X ആക്സിസിലാണ് നമ്മുടെ ലോബ് ഉണ്ടാവുക. സോ ദിസ് ഈസ് യുവർ X ആക്സിസ് ആൻഡ് ദിസ് ഈസ് യുവർ പി എക്സ് ഓറിയന്റഡ് അലോങ് ദി X ആക്സിസ്. അപ്പോൾ Z ആക്സിസ് ഇതാണ്, പി എക്സ് ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ പി എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദിസ് വൺ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്ലൂറിൻ്റെ പി എക്സ് ആണ് ഇയാൾ. ഇതുപോലെ സെക്കൻഡ് ഫ്ലൂറിനും ഒരു പി എക്സ് ഉണ്ടാവില്ലേ, അല്ലേ? അപ്പോൾ സെക്കൻഡ് ഫ്ലൂറിൻ ഇതാണ് കേസ്, പി എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ് ഈസ് യുവർ Z ആക്സിസ്. രണ്ട് Z ആക്സിസിലുണ്ട്. Z ആക്സിസിൽ രണ്ട് ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ആ ഫ്ലൂറിൻ ആറ്റത്തിൽ X ആക്സിസിൽ പി എക്സ് ഉണ്ട്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. Okay, so you are having a Z axis. So let's fix this is your Z axis. അപ്പോൾ ഞാൻ പറയാണ് ഇതാണ് നമ്മുടെ Z axis. ഈ Z axisൽ രണ്ട് ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അവരാണ് ഓടി വന്ന് കമ്പൈൻ ചെയ്യുന്നത്. Let's say this is your X axis. അല്ലേ? അപ്പോൾ രണ്ട് ഫ്ലൂറിൻ്റെയും X axis നോക്കുക. പി എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, അലോങ് ദ X axis അല്ലേ? അപ്പോൾ Z axisൽ കൂടി ഓടി വരുന്ന ആള് ഇവർ കമ്പൈൻ ചെയ്യുന്നത് സൈഡ് വൈസ് ഇന്ററാക്ഷൻ അല്ലേ, റൈറ്റ്? ബിക്കോസ് ദേ അപ്രോച്ച് അലോങ് ദ Z ആക്സിസ്. അപ്പോൾ Z ആക്സിസിലുള്ളവർ സൈഡ് വൈസ് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ യു ഗെറ്റ് പൈ ഓവർലാപ്പ്. സൈഡ് വൈസ് ഓവർലാപ്പ് വിൽ ഓൾവേസ് ടേംഡ് ആസ് പൈ. സോ ഹിയർ യു ആർ ഗെറ്റിംഗ് 2px interaction is always side-wise interaction, and this side-wise interaction is indicated as pi. നേരത്തെ സിഗ്മ എന്ന് വിളിച്ചു, ഇപ്പോൾ പി എക്സും പൈ ആണ് നമുക്ക് തരുന്നത്. Why? It is side-wise overlap. Why it is side-wise? Because orbitals are along the X axis, but they are approaching along the Z axis. Z കൂടി വരുമ്പോൾ side-wise ആണ് കൂട്ടിയിടിക്കുന്നത്. Clear? ഇപ്പോൾ പി എക്സും കൂടി കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് വാട്ട് യു ഗെറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റ്സ് സേ യു ആർ ഗെറ്റിംഗ് പൈ 2px and similarly here you have pi star 2px.
ക്ലിയർ ആണോ? പൈ 2px. എന്തുകൊണ്ടാണ് പൈ എന്ന് വിളിച്ചതാണ് ഇമ്പോർട്ടൻറ്റ്. പൈ എന്നുള്ളത് സൈഡ് വൈസ് ഇൻറ്ററാക്ഷൻ ആണ്. രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ജനറേറ്റഡ്. ദേ ആർ പൈ മോളിക്കുലർ ഓർബിറ്റൽസ്. ബട്ട് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് പൈ സ്റ്റാർ എന്ന് നമ്മൾ കൊടുക്കണം. Clear? So that's the overlap or interaction between px and px. The second one, let's see. py 2py interaction ആണ് second ആയിട്ട് നമ്മൾ assume ചെയ്യുന്നത്. And this will also happen in the similar way, right? Because you are having z axis, atoms are approaching along the z axis, but you assume the py, z axis, x axis, then y axis will be like this 90 degree. അപ്പോൾ y axis ഇങ്ങനെയാണെങ്കിൽ py ഈ ഡയറക്ഷനിലാണ്. Another py is also along the y axis. So what happens then? They combine. ഒരു കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? സൈഡ് വൈസ് ഇൻറ്ററാക്ഷൻ ആണ്. അപ്പോൾ py ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നു, സൈഡ് വൈസ് ഇൻറ്ററാക്ഷൻ കിട്ടുന്നു, ആൻഡ് യു ഗെറ്റ് ദി പൈ. മനസ്സിലാവുന്നുണ്ടോ? സോ py ആണെങ്കിലും സൈഡ് വൈസ് ഇൻറ്ററാക്ഷൻ ഗിവ്സ് യു പൈ. അതുകൊണ്ട് py ചെയ്ത് നമുക്ക് കിട്ടുന്നതും പൈ ആൻഡ് പൈ സ്റ്റാർ. ആൻറ്റി ബോണ്ടിങ്ങിനെ സ്റ്റാർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തു. ദിസ് ഈസ് പൈ 2py ആൻഡ് ദിസ് ഈസ് പൈ സ്റ്റാർ 2py. ക്ലിയർ? ആൻഡ് സി നോട്ട് ദിസ് വൺ. I have indicated both these molecular orbitals with same energy. Pi 2pxന്റെ എനർജി തന്നെയാണ് പൈ 2pyക്ക്. കാരണം എന്താ? 2pxനും 2pyക്കും സെയിം എനർജി ആയിരുന്നു. ആൻഡ് ദേ ആർ ഓൾസോ പൈ മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ രണ്ടും ഒരുപോലെയാണ് ഇൻറ്ററാക്ട് ചെയ്തത് സൈഡ് വൈസ്. അപ്പോൾ അവരുടെ വേ ഓഫ് ഇൻറ്ററാക്ഷൻ ഓർ ദി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ സെയിം ആണ്. അതുകൊണ്ട് സെയിം എനർജിയാണ് പൈ 2pxനും പൈ 2pyക്കും. പൈ സ്റ്റാർ 2pxനും പൈ സ്റ്റാർ 2pyക്കും സെയിം എനർജിയാണ് ബിക്കോസ് ദെയർ ഓപ്പറേഷൻസ് ആർ സെയിം. ആൻഡ് നൗ ലെറ്റ്സ് കൺസിഡർ pz ഇൻറ്ററാക്ഷൻ. pz ഇൻറ്ററാക്ഷൻ കൺസിഡർ ചെയ്യാം. 2pz 2pzന്റെ പ്രത്യേകത എന്താ? ദേ ആർ ഓറിയന്റഡ് അലോങ് ദ z ആക്സിസ്. z ആക്സിസ് കൂടി ഓറിയന്റ് ചെയ്യാണ്. അങ്ങനെ രണ്ട് പേര് z ആക്സിസിൽ കൂടി വരുമ്പോൾ what happens? This is head to head interaction which should be termed as sigma. ഇനി നമ്മൾ ഇതിനെ സിഗ്മ interaction എന്നാണ് വിളിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? This is called as sigma. അപ്പോൾ നമുക്ക് z ആക്സിസിൽ കൂടി അപ്രോച്ച് ചെയ്തത് കൊണ്ടാണ് pz ഓവർലാപ്പ് സിഗ്മ എന്ന് കിട്ടിയത്. So how will you represent? You get sigma here and sigma star there. This is your sigma and this is your sigma star. ഇതില് even though pz is having same energy as that of px and py, pzന് pxന്റെയും pyയുടെയും ഒരേ എനർജി ആയിരുന്നു. പക്ഷെ മോളിക്കുലർ ഓർബിറ്റലിന് സെയിം എനർജി അല്ല. അറ്റോമിക് ഓർബിറ്റൽസിന് സെയിം എനർജി ആയിരുന്നു. മോളിക്കുലർ ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് എനർജി ആണ് ബിക്കോസ് ദ വേ ഓഫ് ഓപ്പറേഷൻ, ദ മെത്തേഡ് ഓഫ് ഇൻറ്ററാക്ഷൻ ഈസ് ഡിഫറെൻറ്റ്. ഇവിടെ രണ്ടും സൈഡ് വൈസ് ഇൻറ്ററാക്ഷൻ ആണ്, ഇവിടെ ഹെഡ് ടു ഹെഡ് ഇൻറ്ററാക്ഷൻ ആണ്. ആൻഡ് therefore molecular orbitals so resulted will have a different energy than the molecular orbitals obtained from the px and py. Okay, അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്താൽ സി ഇങ്ങനെ കാണിക്കാം. 2px 2py 2pz, 2px 2py 2pz, they combine to form these things. Okay, so this is their representation. നമുക്ക് കിട്ടിയിരിക്കുന്ന ആളെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. പേരുകൾ പറഞ്ഞേ. ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആരായിരുന്നു? സിഗ്മ 2pz ആണ്. ഇവിടെ ഒറ്റയ്ക്കുള്ളത് സിഗ്മ സ്റ്റാർ 2pz ആണ്. എന്തുകൊണ്ട് ഇവർ ഒറ്റയ്ക്കായത്? ദേ ആർ മോർ സ്റ്റേബിൾ. അതുകൊണ്ട് എനർജി കുറവാണ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് ആരൊക്കെയാണ്? പൈ 2px ഈക്വൽ ടു പൈ 2py ആൻഡ് ദിസ് ഈസ് പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നമുക്ക് ഇവിടെ കാണിക്കുന്ന എഫിൽ വരച്ച് കാണിക്കാനുള്ളത്. സോ ദിസ് ഈസ് ഹൗ യു ഗെറ്റ് ഇറ്റ്.
So this is a complete molecular orbital diagram for F2 molecule. 2p കേസിൽ ടോട്ടൽ 1 2 3 4 5 6 ടോട്ടൽ 6 അറ്റോമിക് ഓർബിറ്റൽസ് യൂസ് ചെയ്തു, 6 മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടി. അതിൽ 3 മോളിക്കുലർ ഓർബിറ്റൽസ് ബോണ്ടിങ് ആണ്, 3 മോളിക്കുലർ ഓർബിറ്റൽസിന് അതിനേക്കാൾ എനർജി കൂടുതൽ ആന്റി ബോണ്ടിങ് ആണ്. ദിസ് ഈസ് സിഗ്മ ആൻഡ് ദീസ് ടു ആർ പൈ. ഒരുമിച്ചിരിക്കുന്നത് പൈ ആണ്. പൈ സ്റ്റാർ, ദാറ്റ് ഈസ് സിഗ്മ സ്റ്റാർ. ഓക്കെ, ഇതാണ് F2ന്റെ മോളിക്കുലർ ഓർബിറ്റൽ representation. So dear children, and therefore we are going to conclude the molecular orbital representation. ഞാനത് എങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. You just need to memorize this one only. നമ്മൾ ആകെ ഓർമ്മിക്കേണ്ടത് എനർജി പ്രൊഫൈൽ ഡയഗ്രം ആണ്. So let's consider എനർജി പ്രൊഫൈൽ ഡയഗ്രത്തിൽ താഴേക്കല്ല, നമുക്ക് മേലേക്കാണ് കാണിക്കാനുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് അസ്യൂം ദിസ് ഈസ് യുവർ ആക്സിസ്. ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു ആൻഡ് ദിസ് ഈസ് യുവർ ഐഡിയ. So this is your conclusion. ഞാൻ ഇത് represent ചെയ്യാം. ഇത് 1s atomic orbitals ആണ് and this is sigma 1s and sigma star 1s. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടും represent ചെയ്യാം. One box. Okay, this is 2s atomic orbital. This is also 2s atomic orbital and you get sigma 2s and this is sigma star 2s. ഓക്കെ, ഇത് 2p ആണ്. 2p കാണിക്കുമ്പോൾ 3 2p കാണിക്കണം. ദിസ് ഈസ് 2p. ഇത് മാത്രമാണ് ഓർമ്മിക്കേണ്ടത് കേട്ടോ. ഇത്രയും പറഞ്ഞതിൽ ഇത് മാത്രമാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കാനുള്ളത്. ദിസ് ഈസ് സിഗ്മ 2pz. 2pz താഴെ എഴുതണം. ദിസ് ഈസ് രണ്ട് പേരുള്ളത് പൈ 2px ഈക്വൽ ടു പൈ 2py ആണ്. ഓക്കെ, ഇത് ഇതിന് തൊട്ട് താഴെ എഴുതുക. ദിസ് ഈസ് അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് ആണ്. പൈ സ്റ്റാർ 2px equal to pi star 2py and this is ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഏതാ, sigma star 2pz. So dear children, this is the molecular orbital diagram for any atom in the increasing order of their energy level. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ പറഞ്ഞേ. ആ ഏറ്റവും എനർജി കുറവ് ഏതിനാ, സിഗ്മ 1s and then sigma star 1s, sigma 2s, sigma star 2s, then you have sigma 2pz, then pi 2px ഉം pi 2py ഉം സെയിം എനർജി ആയതുകൊണ്ട് ഈക്വൽ ടു എന്ന് എഴുതാം. and then you have pi star 2px equal to pi star 2py and you have sigma star 2pz. So dear children, now memorize this. നിങ്ങൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ 1s 2s 2p 3s 3p 4s 3d ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓർമ്മിച്ച് വെച്ചില്ലേ. സിമിലർലി ഇൻക്രീസിങ് എനർജി ഓർഡർ ഓഫ് ദി മോളിക്കുലർ ഓർബിറ്റൽസ് ഇതാണ്. സോ ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു. റിമെമ്പർ, ഓൾവേസ് റിമെമ്പർ ദിസ്. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ പഠിക്കാനുള്ളത് ഹൗ ദ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ്, എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വരുന്നത് and what is the increasing order of energy level. ഒന്ന് repeat after me. See what is it? It's a sigma 1s, sigma star 1s, sigma 2s, sigma star 2s, sigma 2pz, pi 2px equal to pi 2py, pi star 2px equal to pi star 2py and sigma star 2pz. So always remember, and now analysis is very simple. അതായത് ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രയാണോ ഡിക്രീസ് ഇൻ എനർജി, സെയിം ഇൻക്രീസ് ഇൻ എനർജി ഈസ് ഒബ്സർവ്ഡ് ഹിയർ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്യാപ്പും സെയിം ആണ്. അപ്പോൾ എത്ര എനർജി കുറഞ്ഞോ അത്ര എനർജി കൂടി. ഈ കേസിലും അതെ, വാട്ട് എവർ ദ ഡിക്രീസ് ഈസ് ഹാപ്പനിങ് ഇൻ ഹിയർ, സെയിം ഇൻക്രീസ് ഈസ് ഒബ്സർവ്ഡ് ഹിയർ. ഓക്കെ, ഈ കേസിലാണെങ്കിൽ എത്രയാണോ ഡിക്രീസ് ഉണ്ടായത് സെയിം ഇൻക്രീസ് സംഭവിക്കുന്നു. അതുകൊണ്ടാണ്
സിഗ്മ 2pz താഴെ വന്നപ്പോൾ സിഗ്മ സ്റ്റാർ ഏറ്റവും മേലെ വന്നത്. കാരണം എന്താ? സെയിം ഡിസ്റ്റൻസിൽ നമുക്ക് ചെയ്യണം. അത് നോക്കാം. ഓക്കെ, സോ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് സീ ഹൗ ദീസ് ഇലക്ട്രോൺസ് ആർ ബീങ് ഫിൽഡ്. ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് നോക്കണം. ദി ഐഡിയ ഈസ് വെരി സിമ്പിൾ. യു ഹാവ് F2. നോക്കിയേ, ഇത് പഠിച്ചാൽ മതി. F2 ആണ്. ടോട്ടൽ ഫ്ലൂറിൻ്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നോക്കാം. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. 1 atom has 9 electrons. 2 atoms will have 18 electrons. 18 electrons ആണ് പ്രസൻറ്റ്. അപ്പോൾ ഫ്ലൂറിനിൽ 18 ഇലക്ട്രോൺസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള മോളിക്കുലർ ഓർബിറ്റൽ ഇതല്ലേ? മോളിക്കുലർ ഓർബിറ്റൽ ദിസ് വൺ. ഞാനിനി ബോക്സ് ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ടോട്ടൽ 18 ഇലക്ട്രോൺസ് ആണ്. 1 2 ലോവർ എനർജി ഈസ് ഫിൽഡ് ഫസ്റ്റ്. അപ്പോൾ സിഗ്മ സി, ഞാനിതിൽ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s തൽക്കാലം എഴുതുന്നില്ല. യു ഷുഡ് ഓൾവേസ് റൈറ്റ് ഇറ്റ്. എല്ലാം എഴുതിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. സിഗ്മ 1sനാണ് എനർജി കുറവ്, അത് ആദ്യം ഫില്ല് ചെയ്തു. ദെൻ 1 2 3 4 5 6 7 8 9 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. 11 അത് കഴിഞ്ഞ് 12 ഇവിടെ ഫില്ല് ചെയ്യണം. ഹൺസ് റൂൾ. കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ ഒരേ എനർജി വരുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫില്ലിങ് ചെയ്തിട്ടേ പെയറിങ് ചെയ്യാൻ പാടുള്ളൂ. സോ ദെൻ യു ആർ ഗെറ്റിംഗ് ദിസ്. ടോട്ടൽ ഇപ്പോൾ നമുക്ക് 2 4 6 8 10 12 14 15 16 17 18. ഇങ്ങനെയാണ് നമ്മുടെ F2 മോളിക്യൂളിൻ്റെ മോളിക്കുലർ കോൺഫിഗറേഷൻ. ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. 1s ഉണ്ട്, 1s ഉണ്ട്. യു ഹാവ് 2s ആൻഡ് ദിസ് ഈസ് 2s, ദിസ് ഈസ് 2p 2p. അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം കാണിച്ചിട്ടില്ല. ഇത് സിഗ്മ 1s, ദിസ് ഈസ് സിഗ്മ സ്റ്റാർ 1s, ദിസ് ഈസ് സിഗ്മ 2s, ദിസ് ഈസ് സിഗ്മ സ്റ്റാർ 2s, സോ ആൻഡ് സോ. എപ്പോഴും ഇതിങ്ങനെ വരച്ചു കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മെമ്മറൈസ് ദിസ് വൺ. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, sigma star 2s, sigma 2pz, pi 2px equal to pi 2py, pi star 2px equal to pi star 2py, sigma star 2pz. This is the increasing order of molecular energy. And then fill it. Fill ചെയ്യുന്നത് എങ്ങനെയാ? You have 1 2 അല്ലേ? അങ്ങനെ ഫില്ല് ചെയ്താൽ മതി. 2 2 2 2 2 1 1 1 1 2 2 2 2. So this is the filling. പക്ഷേ ഇതിൽ പൈയിൽ ഫില്ല് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഹാഫ് ഫില്ല് ചെയ്തിട്ടേ പെയറിങ് നടത്താൻ പാടുള്ളൂ. സോ സിഗ്മ സ്റ്റാർ 2pz നോ ഇലക്ട്രോൺ, ഇറ്റ്സ് 0 ഇലക്ട്രോൺ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ ഡിയർ ചിൽഡ്രൻ, ഇത്രയും പോർഷൻ നമ്മൾ NCERT വായിക്കുക. NCERTയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് റീഡ് യുവർ NCERT. Maybe you will have little bit confusions regarding the sentence they have given in the textbook, but read it twice and you will certainly understand that. So this is your question, dear children. നമ്മൾ F2ന്റെ representation ആണ് എഴുതിയിരിക്കുന്നത്. What will be the molecular orbital representation? So this is your assignment. Okay, ഈ question ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കണം. അതുപോലെ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s എന്ന് മോളിക്കുലർ ഓർബിറ്റൽ ജസ്റ്റ് എഴുതുകയും വേണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സോ ഡ്രോ ദി മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ O2 minus O2 2 minus. So dear children, this will be your homework. അപ്പോൾ ഇതിൽ ഒരാളത് O2ൻ്റെ കേസ് വേണമെങ്കിൽ നമുക്ക് ഇല്ലിസ്ട്രേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ O2 മൈനസും O2 2 മൈനസും സെൽഫായിട്ട് ചെയ്യണം. ഓക്സിജൻ്റെ കേസിൽ this is the first method. One oxygen is having 8 electron. You have 2 oxygen, there are 16 electrons. We know the molecular orbital electronic configuration. Molecular orbitals നമുക്കറിയാം. ഞാൻ ആദ്യം അത് എഴുതുന്നു. മോളിക്കുലർ ഓർബിറ്റൽസ് പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഇത് ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് നൗ ഫിൽ ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഇതാണ്. ടോട്ടൽ 16 ഇലക്ട്രോൺ. 1 2
3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. Done. 16 electrons fill ചെയ്തു. സിഗ്മ സ്റ്റാറിൽ 0 ആണ്. അപ്പോൾ ശരിക്കും ഇതിനെ എഴുതുമ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1sലും 2 ഇലക്ട്രോൺസ്, സിഗ്മ 2sൽ 2 ഇലക്ട്രോൺസ്, സിഗ്മ സ്റ്റാർ 2sൽ 2 ഇലക്ട്രോൺ, സിഗ്മ 2pzൽ 2 ഇലക്ട്രോൺ, പൈ 2px ഈക്വൽ ടു പൈ 2pyലും 2 ഇലക്ട്രോൺസ് ഉണ്ട്. പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pyലും 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. There is no electron in sigma star 2pz. ഇത് നിങ്ങൾ വരക്കണം. You draw this. Okay, നേരത്തെ നമ്മൾ ഫ്ലൂറിൻ്റെ കേസിൽ വരച്ചതുപോലെ വരച്ച് നോക്കണം. And the same you do for O2 minus. O2 minus എന്ന് പറഞ്ഞാൽ O2ൽ 16 electrons ആണെങ്കിൽ O2 minus 1 electron extra. There are 17 electrons. So dear children, this is your assignment. We have more details about the MOT. We'll discuss in the next session, and we'll see the magnetic behavior also in the next session. Thank you.